Take it easy. Take it easy. ലൂണാസ് ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം ടേക്ക് ഇറ്റ് ഈസിയുമായി നമ്മൾ എത്തിയിരിക്കുന്നത് ദുബായിലാണ്. ഇനി ദുബായിലൂടെയാണ് ടേക്ക് ഇറ്റ് ഈസിയുടെ യാത്ര. ഇതിപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് കുറേ മാറിയിട്ട് ഈ ഫുജൈറ, ഷാർജ ഒക്കെ കഴിഞ്ഞ് വന്നുള്ള ഒരു മരുഭൂമി ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഒന്നും ആൾതാമസം എന്നുള്ള ഏരിയ അല്ല. ഈ ദുബായിലൊക്കെ വരുമ്പോൾ മരുഭൂമിയിൽ നിന്ന് തന്നെ തുടങ്ങണ്ടേ ഐശ്വര്യമായിട്ട്. അതുകൊണ്ടാണ് ഈ ഏരിയയിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കുറേ ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ ടൗണിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ കുറച്ച് നേരത്തിനകം നമ്മൾ ദുബായ് രാജ്യത്തിലെത്തും. ഇതിപ്പോൾ ഷാർജയാണ്. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചേച്ചി ഒരു അനിയത്തിക്ക് കൊടുക്കുന്ന ഒരു സർപ്രൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ സുഹൃത്തായ ഫെയ്സിൻ്റെ സോഷ്യൽ മീഡിയയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഫെയ്സ് ഇതെല്ലാം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. ലൂണാസ് ടേക്ക് ഇറ്റ് ഈസി ആദ്യമായിട്ട് ഇന്ത്യയുടെ പുറത്ത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ദുബായ് സെലക്ട് ചെയ്തു. അതിനുള്ള കാരണം എന്നത് ഞങ്ങൾക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ ദുബായ് മലയാളികളുടെ കയ്യിൽ നിന്ന് വരാറുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായി സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് ദുബായിൽ നിന്ന് കുറേ കാലമായിട്ട് മെയിലിൽ റിക്വസ്റ്റ് അയച്ചിട്ട് കാത്തിരിക്കുന്ന അശ്വതിയുടെ അനിയത്തിക്കാണ്. ചെയ്യാൻ പോകുന്നത് ഒരു ഇവൻറ്റ് നടക്കാൻ പോകുന്നു. അപ്പോൾ അശ്വതിയുടെ അനിയത്തി നല്ലതുപോലെ പാട്ട് പാടുന്ന ഒരാളാണ്. അപ്പോൾ 2 അറബികൾ ഇദ്ദേഹത്തിൻ്റെ വോയിസ് ടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ ഒരു അറബിക്ക് ആരെങ്ങനെയൊക്കെ പാടിയാലും ഇഷ്ടപ്പെടില്ല. തുടർന്ന് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടു നോക്കാം. എന്താ പേര് പറഞ്ഞത്? അഞ്ചു. അഞ്ചു ഇരിക്കേ, നമുക്കിരിക്കാം. നമ്മുടെ പേര് അശ്വതി. അഞ്ചു ഇവിടെ ഇരുന്നു. പിന്നെ മുമ്പ് പാടിയിട്ടുണ്ടോ? മുമ്പ് ഈവൻ്റ് ഏതെങ്കിലും പാടിയിട്ടുണ്ടോ? ആ ഹാ ഹാ. അപ്പം അവർ പറയുന്നതിനനുസരിച്ച് അറബി അറിയാമെന്ന് തോന്നുന്നു. സാരല്ല, എനിക്കറിയാം. ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. അപ്പോൾ അവരുടെ മൂഡ് നോക്കി തന്നെ നിന്നോ. സലാം പറയുമ്പോൾ ഇച്ചിരി എഴുന്നേറ്റ് തന്നെ പറഞ്ഞു. നന്നായിട്ട് പാട്, വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. ഞാനൊന്ന് അവരോട് സംസാരിക്കട്ടെ. ഞാനിപ്പോൾ ഏതാ ആദ്യം പാടേണ്ടതെന്ന് അറിയാം. ഇരിക്കും അവിടെ ഞാൻ ഇരിക്കാം. Good. Doing good. അറബി അറിയോ? ഏതുവരെ പഠിച്ചു? എന്താ? I am a doctor, Ayurvedic doctor. എന്താ? يا العهدية نبدي أبدية ولا عهدين تباليدية جادودي إنه عهدي وجودي ما شايد عيد ممكن ولا جاهزين لا مستعد الهند
ഹിന്ദ് ഹിന്ദി സോങ് തന്നെ നമുക്ക് പതിയെ തുടങ്ങാം. ആ ഏത് ഹിന്ദി സോങ്? ഇഷ്ടമുള്ളൊരു ഹിന്ദി പാട്ടിൽ തുടങ്ങാം. എങ്ങനെ അങ്ങനെയൊന്നുമില്ല, മെലോ വേണോ അങ്ങനെയൊന്നുമില്ല, ഏതായാലും അല്ലാഹിദ് നിയവദിയാലിയ والأخار دي على كيفك you no afraid യാനോ sing good അതെ, ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടിയാൽ മതി, വേറെ വിഷയങ്ങളൊന്നും ഇതിനകത്തില്ല. आरे प्रीतम प्यारे बंदूक में ना तो गोली मेरे, आरे प्रीतम प्यारे सब आग तो मेरे खुली मेरे, जरा हुटना लुटना जरा चिल्लम जला, पल्लू के नीचे छुपा के रखा है उठा दूं तो हंगामा हो, पल्लू के नीचे छुपा के रखा है उठा दूं तो हंगामा हो. هذا هندية؟ ما معلوم بس انا يعرف كيف زين صوت. الأخير دي هندية؟ انا صراحه عادي لا 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 لحظه ഇവൻ കേട്ടില്ല. പിന്നെ അത് പിന്നെ ഇത് നിർത്തണ്ടായിരുന്നു, കുറച്ച് കൂടുതൽ അങ്ങ് പാടിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മുഴുവൻ അങ്ങ് പാടി തീർക്കാനുള്ളതായിരുന്നു. ഇച്ചിരി കൂടി സൈലന്റ് മെലഡി ഏതെങ്കിലും ഹിന്ദി വേണ്ട, മലയാളത്തിലോട്ട് തന്നെ പിടിച്ചോ. ഇവർക്ക് അത്യാവശ്യം ഹിന്ദി അറിയാം, ഹിന്ദി വേണ്ട, തനി മലയാളം പിടിച്ചോ. انجليزي معلوم؟ ഇംഗ്ലീഷ് അറിയാന്ന് പറയണ്ട, ഇംഗ്ലീഷ് നയമാണ് അല്ല يعني ما في معلومه عن النظام؟ മലയാളം മലബാറി സോങ്. عربي معلوم؟ മലബാറി അറബി നൈ മാലൂം, عربي नहीं معلوم؟ മലബാറി സോങ് മാലൂം, മലബാറി സോങ്. മലയാളം പാട്ട് തന്നെ പാട്ട്. ഇല്ല 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 ഓക്കേ لا أنت إذا أبي കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു കുണു ചിറകുമായി വരിക ശലഭമേ, في زين ولا ما في زين؟ സൂര്യനെ ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപ്പൂട്ടവേ, സൂര്യനെ ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപ്പൂട്ടവേ. ഡാൻസ് മോളെ اكيد ارقص اه ارقص ارقص غني شيء هذا ميكس അതായത് പിന്നെ ഒരു ഭാവത്തിൽ തന്നെ നിൽക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് രണ്ടും നല്ല മൂഡിലല്ല. മറ്റേ കക്ഷിക്ക് വലിയ വിഷയമില്ല, എൻ്റെ അടുത്തിരിക്കുന്ന കക്ഷിക്ക് ഒരു ഇച്ചിരി വിഷയമുണ്ട്. പിന്നെ കുറച്ചുകൂടി നല്ലൊരു നമ്പർ മലയാളത്തിൽ തന്നെ പെർഫോം ചെയ്ത് കേൾക്കണം. എനർജി പോരാ ആണ് ചുരുക്കി പറഞ്ഞാൽ സംഗതി. نسوي هذا حركات، هذا رقص ما رقص، هذا كل شيء هسه بدنا نشوف زين ولا ما في زين. انا كيف انا احكم انا في زين؟ انا ما اعرف അതായത് ഇത്രയും സ്റ്റേജ് ഉണ്ട്, ഇത്രയും സ്ഥലമുണ്ട്, പിന്നെ അത് ഉപയോഗിച്ച് തന്നെ പാടുക എന്നുള്ളതാണ്. لا الصوت زين بس تعرفوا المشكله؟ تعرفوا المشكله؟ അത് ബാഹക്കുൽ ഹാലക് ബാഹക്കുൽ ഹാലക് هذا المتوسط هذا الصوت هذا ما بين حالي وحق لا بس الصوت شوف لما عايبين يقولون بعيبين انك مو بتلف عليه وتقول من السوالف تطلب من حق ثاني. انا قلت لك الصوت ലേക്ക് മലഊദിൽ ഹദം 5 റെഡിയാണോ? ആ വെള്ളം വേണോ? എനിക്ക് തോന്നുന്നു ഇവരിന്ന് വെള്ളം കുടിപ്പിച്ച് മുമ്പ് ഏതെങ്കിലും അറബി ഇവന്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അറബി ഇവന്റ്സ് ചെയ്തിട്ടുണ്ട്. അയലത്തെ വീട്ടിലെ കല്യാണ ചെക്കനെ കൊതിയോടെ എന്നും ഞാൻ നോക്കിയില്ലേ, അങ്ങാടി തെരുവിൽ പാതിരമെത്തയിൽ തഞ്ചത്തിൽ എന്നെ നീ മയക്കിയില്ലേ, ഇന്നെന്റെ ഹൃദയത്തിൻ പാലാഴിക്കടവിൽ പൊട്ടിയ വളക്കിലുക്കം. ഓ തത്തറദത്ത തറദത്ത തറദത്ത തത്തത്ത തത്തറദത്ത തറദത്ത തത്തറദത്ത. അയലത്തെ വീട്ടിലെ കല്യാണ ചെക്കനെ കൊതിയോടെ എന്നും ഞാൻ നോക്കിയില്ലേ, അങ്ങാടി ചെരുവിൽ പാതിരമെത്തയിൽ തഞ്ചത്തിൽ ഇന്നെന്റെ ഹൃദയത്തിൻ പാലാഴിക്കടവിൽ പൊട്ടിയ വളകിലുക്കം.
Please come. Oh, ദശാന തീരെ ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് പോവാം. ഒരാൾക്ക് അടിപൊളി ഇഷ്ടമല്ല, ഒരാൾക്ക് അടിപൊളിയാണ് ഇഷ്ടം. രണ്ടും കൂടെ നടക്കുമോ? ടെൻഷൻ അടിക്കണ്ട. എനിക്ക് ടെൻഷനൊന്നുമില്ല. എന്താ പ്രശ്നം അത് എനിക്ക് മനസ്സിലാവുന്നില്ല ആക്ച്വലി. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്ലാസിക്കൽ ഏത്, നമ്മുടെ സെമി ക്ലാസിക്കൽ ഏത്, പാട്ട് ഏത്, നമ്മുടെ സിനിമ പാട്ട് ഏതൊന്നും ഇവർക്കറിയില്ല. മ്യൂസിക് മാത്രം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ശാസ്ത്രീയ സംഗീതമാണെന്ന് ചോദിക്കുന്നത്. അത് ചിലപ്പോൾ പാട്ട് പഠിച്ചു ഇംഗ്ലീഷ് വേണമെങ്കിൽ അത് പാടി നോക്കാം. അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാടാം. ഇംഗ്ലീഷ് പാടാം. Every night in my dreams I see you, I feel you. Titanic. That is how I know you. Go far across the distance and spaces between us. You have come to show you. Go near, far, wherever you are, I believe that my heart touch. Go مسخر علينا شو؟ مسخر علينا شو؟ അതായത് ഇന്ത്യ ഖിയാറ والآخرة البديل. عندي يعني دوام يا أخي. عندي دوام أنا بروح أنا. പിന്നെ സംഭവം ഓക്കെയാണ്, മറ്റേ പുള്ളിക്ക് ഓക്കെയാണ്, അതായത് അപ്പുറത്തിരിക്കുന്ന കക്ഷിക്ക് ഇത് ഓക്കെയാണ്, ഈ കക്ഷിക്ക് മാത്രം മുദീർ عندنا دوام. آخر واحد. بابا أنا عندي دوام الحين متأخر، الحين تأخرت وايد الحين. هذا واحدة. العهد التجاري. انا بشوف الصوت صراحه توب ما عليه كلام صراحه عجيب. രസമുണ്ട, പക്ക എനർജിയിൽ തന്നെ നിന്നോ. പിന്നെ ഈ പുള്ളിക്കാണ് ഇപ്പോൾ എഴുന്നേറ്റ് പുള്ളിക്കാണ് ഇച്ചിരി പിടുത്തം കുറവ്, മറ്റേ പുള്ളി ഓക്കെയാണ്, ഒരു വിഷയമില്ല. ഇരിക്കണം, ഓവറായിട്ടില്ല നമുക്ക്. പിന്നെ അതെ, ഒരു കണക്കിന് നമ്മളിവർ ഇപ്പോൾ ഇച്ചിരി ഓപ്പണായിട്ട് സംസാരിക്കുന്നത് നമുക്ക് നല്ലതാണ്. വെറുതെ ആവശ്യമില്ലാതെ നമുക്ക് ടെൻഷൻ തരുന്നില്ല. ഇവർ ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ മൊത്തത്തിൽ പ്രശ്നം. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, ഇദ്ദേഹത്തിനാണ് ഒരു ഇച്ചിരി പ്രശ്നം. പുള്ളി പറയുന്നത് പിന്നെ നമ്മുടെ പെർഫോമൻസിന് വേറെ വെറൈറ്റി ഒന്നുമില്ല, നമ്മൾ സാധാരണ രീതിയിൽ ഇതൊക്കെ പുള്ളി കണ്ടിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റും? മനസ്സിലായില്ലേ? ഓഡിയൻസ് വരുമ്പോഴേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. സ്റ്റില്ലായിട്ടിരിക്കുന്ന ആൾക്കാരെ നമുക്കേ അത് മനസ്സിലാവുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റേജ് അറിയാം. ഇവരെ സംബന്ധിച്ച് അങ്ങനെ അല്ലല്ലോ, ഇവരൊന്നും ആ ഏരിയയിൽ പോലും വരില്ല. നമുക്ക് ഇവരെ ഇമ്പ്രസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, അറബ് പാട്ട് ഏതെങ്കിലും അറിയാം? ഞാൻ അവരുടെ ഒരു അറബ് പാട്ട് വാങ്ങി തന്നാലും നമുക്കിപ്പോൾ പാടി കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അവർ തന്നെ പറഞ്ഞു തരുമല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ ചോദിച്ചോട്ടെ. അതെന്തായാലും അവരുടെ ആക്സെന്റ് ഒന്നും ശരിയാവില്ല, അവർക്കത് കൂടുതൽ ദേഷ്യമാവുള്ളൂ, അത് ഉറപ്പാണ്. അഞ്ചു ഈ സംഭവം വിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഈവൻറ്റോടെ പോകും. അല്ല, ഞാൻ പറഞ്ഞില്ല, ആക്സെന്റ് അവർക്ക് ക്ലിയർ ആയില്ലെങ്കിൽ അവർക്ക് എന്തായാലും അത് ഇഷ്ടാവില്ല. മലയാളം ഹിന്ദി കേൾക്കുന്ന പോലെ അല്ല. നാടോടി നൃത്തം പഠിച്ചിട്ടുണ്ടോ? പാട്ടല്ലാണ്ട് നാടോടി നൃത്തത്തിൽ പാട്ടുണ്ട്, പെർഫോമൻസും ഉണ്ട്, രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു സംഭവമാണ്. ഡാൻസറാണ്? ഞാൻ ഡാൻസറാണ്. മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നാടോടി നൃത്തം അറിയാലോ അല്ലേ? പാടാൻ കുഞ്ഞേ, സ്റ്റേജിൽ പാടുന്നതിന് ഒരു കുഴപ്പമില്ല, നമുക്കറിയാലോ. ഇപ്പൊ ഞാൻ അവർക്ക് ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കും. ഒരു 2 സ്റ്റെപ്പ് ഡാൻസ് കളിച്ചാൽ അല്ല, പാട്ടും കൂടി പാട്ട് പാടി ഒരു 2 സ്റ്റെപ്പ് നാടോടി എനിക്ക് വേണ്ടിയിട്ട് ചെയ്യും. ബാക്കി അവരുടെ കാര്യം ഞാൻ ഏറ്റു. മലയാളം തന്നെ മതി, പെർഫോം ചെയ്യും എന്നൊരു തെളിവ് കൊടുത്താൽ മതി, വേറൊരു പ്രശ്നമില്ല. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, വിഷയമല്ല, 5 വിഷയമില്ല, വിഷയമില്ല. മഅദത്തുൽ ഖറാം അലാഖിറത്തിൽ ഇയാദ അലാഖിറത്തിൽ ഇയാദ. പാട്ടിന്റെ എക്സിനൊക്കെ തെണ്ടികളും മാറിച്ചിട്ട് എന്തൊക്കെ മലയാളം പഠിപ്പിക്കുന്നു.
എൻ്റെ കയ്യിൽ കരോക്കെ ഉണ്ട്, എടുത്തോണ്ടോട്ടെ. വണ്ടിക്കത്തിരിപ്പുണ്ട്. അപ്പടി പോടിൻ്റെ പാട്ട് ഡാൻസ് വെച്ച് തകർക്കാം. ഓക്കെ, നമുക്ക് ഇത് നോക്കാം. ഇത് നോക്കിയിട്ട് നമുക്ക് പിന്നെ നടന്നില്ലെങ്കിലല്ലേ, ഇത് എൻ്റെ പ്രതീക്ഷ അനുസരിച്ച് ഇത് നടക്കും. ഇനി ഇത് രണ്ടും ഇവർ രണ്ടുപേരും സമ്മതിച്ചില്ലെങ്കിൽ പോലും വേറൊരു മുതിരുണ്ട്. അത് ഈ അപ്പുറത്തിരിക്കുന്ന കക്ഷിയുടെ പിന്നെ അതായത് 1 സെക്കൻഡ് ആ കക്ഷിയുടെ ചേട്ടച്ചേരൊരാളുണ്ട്. പുള്ളി വരുമ്പോഴേക്ക് നമുക്ക് അപ്രൂവൽ എടുക്കാന്നുള്ളതേ ഉള്ളൂ. വിഷയമില്ല, എന്നെ വിശ്വസിച്ച് കയറി. എന്ത് ഭാഗ്യമല്ലേ ഇവർക്ക് മലയാളം അറിയാത്തത്. റെഡി, ഷീസ് റെഡി. ആ, ഒരു അത്യാവശ്യം ക്ലാപ്സ് ഒക്കെ തരാം. റെഡി 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 5 റെഡി. 1 2 3 സ്റ്റാർട്ട്. हारे प्रीतम प्यारे बंदूक में ना तो गोली मेरे यारे प्रीतम प्यारे सब आग तो मेरे झुल्ली मेरे जरा उठा उठा जरा चिल्लम जला पल्लू के नीचे छुपा के रखा है उठा दो तो हंगामा हो पल्लू के नीचे छुपा के रखा है उठा दो तो हंगामा हो. പക്കയായിരുന്നു. ബാക്കി ഞാൻ നമ്മളെ അറബി പാട്ട് അറിയോ? ഇല്ല ഇല്ല ഇല്ല. ഇതിപ്പോ ഓക്കെ ആയി ഇരിക്കുകയാണ്. ഇനി ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞോളരുത്. പിന്നെ ഫ്രഞ്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ ഞാൻ? പുള്ളി ഓക്കെയാണ്. ഇനി ഇദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. അറബി പാട്ടൊന്നും അറിയില്ല. പ്രൊനൗൺസിയേഷൻ അറബി തന്നെ പാടണം. ഒരു 4 വരി മതി. പക്ഷെ പ്രൊനൗൺസിയേഷൻ പ്രശ്നമല്ല എന്നാണ് അവർ പറയുന്നത്. പാടി ഓക്കെയാണ്. എൻ്റെ വീട്ടുകാരത്തി അയച്ചു തന്ന സാധനമാണ്. പിന്നെ 4 വരിയേ ഉള്ളൂ. അൽ ബൈത്തുൽ സിയാറ. ഞാൻ പറഞ്ഞുതരാം. അൽ ബൈത്തുൽ സിയാറ. ബൈത്തുൽ സിയാറ കണ്ടു കണ്ടു. അൽ ബൈത്തുൽ സിയാറ നഖീലിക്ക. അൽ ബൈത്തുൽ സിയാറ നഖീലിക്ക വസയ്യ സയ്യ നിസാരിക. പഠി. അൽ ബൈത്തുൽ സിയാറ നസീലിക വസയ്യ സയ്യ നിസാരിക. റിയാബത്തുൻ ലസലാമ ലല. ഈ ലലയിലൊക്കെ നിർത്തുന്നതൊക്കെയാണ് ഇവരുടെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. ഇച്ചിരി ഉള്ളിൽ നിന്ന് കിട്ടാതെ പറഞ്ഞേ. സലാമല്ല. ആ ലായിൽ എൻ്റെ ചെയ്യുന്നിടത്താണ് പ്രശ്നം. സലാമല്ല. 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 വസയ്യ സയ്യ ജബാരിക. വസയ്യ സയ്യ ജബാരിക. പെർഫെക്റ്റ് പെർഫെക്റ്റ്. البيت السيارة نكيلك اوكي وسيا سيا نزارك نزارك يعني جارك نزارك يا اوكي ريابة لا سلام له سلام له سلام له يا اوكي وسيا سيا جبارك 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 كي كي يا بس زين جبارك مشكور البيت السيارة نكيلك وسيا سيا نزارك ريابة لا سلام له وسيا سيا جبارك جبارك جبارك. خلي برا هذا ما بهذا ما بهذا مول ما بنا هذا شو هذا اسمع انا والله انا مو جاي هنا اعصبك انا شو خليني مجنون انا شو بلاك خلي برا
You and make out. خلاص. ولا خلياني അതെ ഇവരുടെ മറ്റേ മുതിരുണ്ട് ഇവരുടെ വേറൊരു മുതിരുണ്ട് ആ മുതിർ ഇരിക്കും ഇരുന്നോ ടെൻഷനൊന്നുമില്ല പേടിച്ചു അഞ്ചു ഇരിക്കണോ ഇവരോടൊപ്പം തിരിച്ചൂടോ ഒറ്റ അറബി കൂടി വന്നോട്ടെ അല്ലെങ്കിൽ ജിയാദി പുള്ളി വന്നു അസ്സലാമു അലൈക്കും അഞ്ചു സിംഗർ അൽമാരിൽ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ച അഫ്സൽ നിങ്ങളിവിടെ ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇവര് ചീത്ത വിളിക്കാനും പറ്റില്ലല്ലോ അറബിക്ക് അറിയത്തില്ലല്ലോ ചീത്ത വിളിക്കാൻ ഞാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചാ നിന്റെ മോൻ എനിക്ക് മനസ്സിലായില്ല കണ്ടിട്ട് മാറിയല്ലേ മാറ്റിയെടുത്തില്ല പിന്നെയാണ് ഞാൻ ഓർത്തത് മുഖം എനിക്ക് മനസ്സിലായില്ല എനിക്ക് ദേഷ്യം ഇങ്ങനെ അച്ഛനോട് ഇങ്ങനെ പറയായിരുന്നു അച്ഛൻ മതി നമുക്ക് നിർത്താൻ പോവാന്ന് പറഞ്ഞിട്ട് ടെൻഷൻ എനിക്ക് ദേഷ്യമായിരുന്നു പ്രതികരിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യമായിരുന്നു ഉള്ളില് അതായിരുന്നു അച്ഛനോട് പറഞ്ഞു അച്ചു പ്ലീസ് ഇല്ല എനിക്ക് തിരിഞ്ഞ് കുറച്ചേരം വെയിറ്റ് ചെയ്ത് പരിചയമുള്ള മുഖം പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടൊക്കെ വന്നോന്ന് വിചാരിച്ചു ഞാൻ വെച്ചു നാട്ടിൽ മാത്രല്ല ഇങ്ങനെ ഔട്ട്ഡോർ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഓ ഗാഡ് എഴുന്നേറ്റ് പോകാനും പറ്റാത്തൊരവസ്ഥയായല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇറ്റ്സ് ലൈക്ക് താങ്ക് യു സോ മച്ച് ഊഹിച്ചു ചേച്ചി ഉണ്ടാവുന്നു അനിയത്തി കുട്ടിക്ക് ടേക്ക് ഇറ്റ് ഈസിയുടെ വക ഒരു ചെറിയ സമ്മാനം.